Hello friends, welcome to 𝙑𝙤𝙬𝙬 channel. My name is Ajay. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പറയാൻ വന്നത് നിങ്ങൾ മോസ്റ്റ്ലി എല്ലാവരും ഓൺലൈനിൽ റീചാർജ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ എയർടെൽ BSNL ആയിക്കോട്ടെ എല്ലാം നമ്മൾ ഓൺലൈനാണ് ഇപ്പോൾ റീചാർജ് ചെയ്യുന്നത്. വെച്ചാൽ നമുക്ക് പണ്ടത്തെ നമ്മുടെ ഈ കാർഡിൻ്റെ പരിപാടി അതുപോലെ റീചാർജ് വൗച്ചറിൻ്റെ പരിപാടിയൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ എല്ലാവരും ആമസോണും അതുപോലെ ഫോൺപേയും അതുപോലെ ഫ്രീ ചാർജ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നത്. മാക്സിമം മോസ്റ്റ്ലി ആൾക്കാരും നമ്മുടെ ഇപ്പോൾ എയർടെലിൻ്റെ ആപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഐഡിയയുടെ ആപ്പ് ഉപയോഗിച്ചിട്ടോ മോസ്റ്റ്ലി ഭയങ്കര കുറച്ചായിരിക്കും അത് ചെയ്യാറ്. എന്ന് വെച്ചാൽ നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ എപ്പോഴും ആമസോണും ഫോൺപേയും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മളിന്ന് പറയാൻ വന്നേ ഫോൺപേനെ കുറിച്ചാണ്. അപ്പോൾ ഫോൺപേ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ റീചാർജ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ നമ്മൾ അതിലൊരു ചെറിയ ചാർജ് നമ്മളന്ന് പിടിക്കുന്നുണ്ട്. ബാക്കി ഒറ്റ സൈറ്റിലോ അതേപോലെ ആപ്പിലോ നമുക്ക് ഇങ്ങനെ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ചാർജ് പിടിക്കുന്നില്ല. ഇതിലൊരു കൺവീനിയൻസ് ചാർജോ പ്രൊസസിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് പിടിക്കുന്നത് നമ്മളത് നോട്ടീസ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം റീചാർജ് ചെയ്യാൻ ഫോൺപേ ഒഴിവാക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് കാണിച്ചു തരാം നമ്മുടെ ആപ്പിൽ പോയിട്ട്. ഇപ്പോൾ നമ്മളൊരു 99 രൂപ റീചാർജ് ചെയ്തെന്ന് വിചാരിക്കുക. ഫോൺപേയിലാണെങ്കിൽ നമുക്ക് 99 പകരം 102, 101 ആയിട്ടും ടോട്ടൽ ഫൈനൽ എമൗണ്ട് വരിക. നമ്മൾ ശരിക്കും അത് നോട്ടീസ് ചെയ്യില്ല. ചെറിയൊരു 1 രൂപ 2 രൂപയ്ക്കാണ്. പക്ഷേ നമ്മൾ ഇത്ര ആൾക്കാരെ ഇങ്ങനെ അവർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എത്ര ലാഭം ഉണ്ടാക്കി വിചാരിക്കുക. ശരിക്കും ഇത് ഒരു എന്താ പറയുക ഒരു സ്കാം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ വേറെ ഒറ്റ കമ്പനിക്കാർ റീചാർജ് ചെയ്യുന്ന എക്സ്ട്രാ 1 രൂപ 2 ഇതിൽ എന്തോ കൺവീനിയൻസ് ചാർജ് അങ്ങനെയെന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഫോൺപേ റീചാർജ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുകയാണ്. അവർ ചെറുതായിട്ട് ഇടയിൽ കൂടെ വലിക്കുന്നുണ്ട്, ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. ശരിക്കും ആൾക്കാർ ചിലപ്പോൾ 97, 98 രൂപ റീചാർജ് ആണെങ്കിൽ 99 രൂപ ചിലപ്പോൾ വരിക. അപ്പോൾ ആൾക്കാർ അങ്ങനെ നോട്ടീസ് ചെയ്യില്ല. എന്ന് വെച്ചാൽ 1 രൂപ 2 രൂപയ്ക്ക് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ആൾക്കാർ അങ്ങനെ നോട്ടീസ് ചെയ്യില്ല. നോർമലി ആരും നോട്ടീസ് ചെയ്യാറില്ല ഈ സംഭവം. അപ്പോൾ നിങ്ങളത് നോക്കി നോക്കുക. ഫോൺപേ മാക്സിമം റീചാർജ് ഉപയോഗിക്കാണ്ടിരിക്കുക കേട്ടോ. അവർ എക്സ്ട്രാ ചാർജ് പിടിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ ലൈവായിട്ട് നമ്മുടെ ഫോണിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫോണിലേക്ക് പോയതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ ബെല്ലൈക്കൻ പ്രസ് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ആമസോണിൻ്റെ സ്റ്റോറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. URL ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും അതുപോലെ ടോപ്പ് 5 കാറ്റഗറിയിലത്തെ ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന നമ്മൾ സ്റ്റോർ ഒരു ഹോം പേജ് പോലെ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജ് ആമസോണിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാം. എക്സ്ട്രാ ചാർജൊന്നും ഇല്ലാണ്ട്. പിന്നെ നിങ്ങളത് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളെ ചാനലിനൊരു സപ്പോർട്ടാണ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. പിന്നെ ഒന്ന് ഷെയർ ചെയ്യാനും നോക്കുക. അതുപോലെ നമ്മുടെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ മൊബൈലിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫോൺപേ എടുത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫോൺപേ ഓപ്പൺ ചെയ്തു. ഇതിൽ നമുക്ക് നമ്മുടെ ഇതിൽ RBI അപ്ഡേറ്റ് കാർഡിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും ഇത് ആക്ച്വലി യൂസ് ചെയ്യാറില്ല കേട്ടോ. നമ്മൾ ഒരു ഓഫർ കണ്ടപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയപ്പോഴാണ് പിന്നെ അപ്പോഴാണ് നമ്മളിപ്പോൾ ഈ സാധനം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി എൻ്റെ നമ്പർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ അതൊന്ന് ബ്ലർ ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇതിൽ 999 നമ്പർ കാണിക്കുന്നുണ്ട് ശരിക്കും. അപ്പോൾ 999 ഞാൻ പ്ലാൻ സെലക്ട് ചെയ്തു. പക്ഷേ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുന്നതായിരിക്കും 100 രൂപയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യൂ എമൗണ്ട് ബ്രേക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ഫീ ഇൻക്ലൂസീവ് ഓഫ് GST 1 രൂപ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 100 രൂപയ്ക്ക് പകരം ശരിക്കും എയർടെൽ 100 രൂപയ്ക്ക് പകരം നമ്മളിപ്പോൾ കുറച്ച് റേറ്റ് കൂടിയ പ്ലാൻ എടുത്തു വന്നിരിക്കുക. 455 പ്ലാൻ എടുത്തു. 450 പ്ലാൻ എടുക്കുമ്പോൾ ഇവിടെ കണ്ടു. ഇപ്പോൾ 457 ആയി. അപ്പോൾ 2 രൂപ കൂടി. പ്ലാറ്റ്ഫോം ഫീ ഇൻക്ലൂസീവ് ഓഫ് GST വേണ്ടി 2 രൂപ എടുക്കുന്നുണ്ട് എക്സ്ട്രാ. അപ്പോൾ ഈ സെയിം സാധനം നമ്മളിപ്പോൾ ഞാനിപ്പോൾ വേറെ 2 സംഭവങ്ങളോട് തുറന്നു വെച്ചിട്ടുണ്ട്. ഫ്രീ ചാർജിൽ നമ്മൾ നോക്കി നോക്കാം. ഇപ്പോൾ ഫ്രീ ചാർജിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ട് ഇപ്പോൾ 99 പ്ലാനില്ലേ അത് നമ്മൾ സെലക്ട് ചെയ്തു. അടുത്തു ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ഇപ്പോഴും 999 പ്ലാനാണ് തന്നെയാണ് വരുന്നത്. നമുക്ക് പേ നവൽ വരുന്നത്. ഇപ്പോൾ എക്സ്ട്രാ ചാർജൊന്നും ഇവർ പിടിക്കുന്നില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഫ്രീ ചാർജ് ക്ലോസ് ചെയ്തപ്പോൾ Paytm എടുത്തു. ഇതൊന്നും പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മളിത് ഒന്നിൻ്റെയും പ്രൊമോഷനല്ല, ഒന്നിൻ്റെയും ഡിഗ്രഡേഷനും അല്ല. ശരിക്കും കാര്യം കാണിച്ചു തരുന്നതാണ്, വേറെ ഒന്നുമല്ല. ഞാനത് ആക്ച്വലി ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഞാനത് ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. അപ്പോൾ നമ്മൾ എന്തായാലും വീടിൻ്റെ പിടിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ്. അപ്പോൾ വേറെ എക്സ്ട്രാ പരിപാടികളൊന്നുമില്ല, എക്സ്ട്രാ പ്രൊമോഷനും അല്ല, ഒന്നുമല്ല. 455 പ്ലാൻ ഞാൻ Paytm എടുത്തു. ഇപ്പോഴും 455 തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് നമ്മുടെ ആമസോണിൽ. ഞാൻ ആമസോണിൽ നമ്മുടെ നമ്പർ എടുത്തു, വ്യൂ പ്ലാൻ കൊടുത്തു. അപ്പോൾ നമുക്കൊരു 455 പ്ലാൻ വരുന്നില്ല എന്നുകൊണ്ട് നമുക്ക് 999 പ്ലാൻ തന്നെ അതിലെടുക്കാം. 999 പ്ലാൻ എടുക്കൂ. കണ്ടിന്യൂ ടു പേ കൊടുത്തു. നമുക്കൊന്നും കൂടി സെലക്ട് ചെയ്യാം. ഞാനൊന്ന് സെലക്ട് ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ. നമ്മുടെ അത് പ്ലാൻ മാറിപ്പോയതാണെന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത നമ്പർ ശരിക്കും എയർടെൽ അത്, പക്ഷേ വന്നത് ഞാൻ എയർടെൽ സെലക്ട് ചെയ്തു. പ്ലാൻ കൊടുത്തു. അപ്പോൾ ഞാൻ പ്ലാൻ കൊടുത്തപ്പോൾ 239 പ്ലാൻ വരുന്നുണ്ട്. ഞാൻ എന്തായാലും ഫോക്കസ് ചെയ്യാം. 239 പ്ലാൻ കൊടുത്തു. കണ്ടിന്യൂ അമർത്തി.
അപ്പോൾ അവർ അടുത്ത പേയ്മെൻറ്റ് പേജിലേക്ക് വന്നു. ഇപ്പോഴും 239 പ്ലാൻ തന്നെയാണ് വരുന്നത്. നമുക്ക് UPIയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ 239 പ്ലാൻ തന്നെ എപ്പോഴും വരുന്നുള്ളൂ, എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് പേജിലേക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. സെക്യൂരിറ്റി പ്രോസസ്സിംഗ് ഉണ്ട്. എപ്പോഴും 239 തന്നെ പ്ലാൻ വരുന്നത്. ഇപ്പോൾ എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ഫോൺപേ യൂസർ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. എന്താ വെച്ചാൽ ഒരു എക്സ്ട്രാ ചാർജ് പിടിക്കുന്നുണ്ടെങ്കിൽ ഇതാണെങ്കിൽ റീചാർജിൽ മാത്രമാണോ അത് വേറെ എല്ലാത്തിലും പിടിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. നിങ്ങൾ സ്ഥിരം ഫോൺപേ യൂസർ ആണെങ്കിൽ നിങ്ങളുടെ ഹിസ്റ്ററി ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയേക്കാം. എന്താ വെച്ചാൽ ചെറിയ എമൗണ്ട്സ് പിടിക്കുന്നുണ്ട്, 1 രൂപ 2 രൂപ വെച്ചിട്ട്. പക്ഷേ ഇത് കുറേ എണ്ണം ഒരു ദിവസം തന്നെ ഒരു 10,000 പേര് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് എത്ര ലാഭം ഉണ്ടായി നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. എന്ന് വെച്ചാൽ വേറെ കമ്പനിക്കാരൊന്നും പിടിക്കാത്ത സമയത്ത് അവർക്ക് ശരിക്കും ഇത് പിടിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഞാൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ സ്കാം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഇവർക്ക് മാത്രം എന്തുട്ടാ ഒരു പ്രോസസ്സിംഗ് ഫീ അല്ലെങ്കിൽ ഈ എന്താ പറയുക പ്ലാറ്റ്ഫോം ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഫോൺപേ എന്ന് പറയാൻ ശരിക്കും ഇപ്പോൾ പുതിയൊരു ആപ്പാണെങ്കിൽ പിന്നെയും പോട്ടെ മേടിക്കുക. അത് ഫോൺപേ ഒക്കെ പണ്ട് തൊട്ടേ ഉള്ള ഒരു ആപ്പാണ്. അതും ഇങ്ങനെ ഒരു പ്രോസസ്സിംഗ് ഒരു പ്ലാറ്റ്ഫോം ഫീ എന്ന് വാങ്ങിക്കുന്നത് മറ്റവിടുത്തെ പരിപാടിയാണ്. എന്ന് വെച്ചാൽ അത് ബോറ് പരിപാടിയാണ്. ശരിക്കും ഞാൻ ആക്ച്വലി ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആകെ ഡിസ്റ്റർബ് ആയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ഇടയ്ക്കൂടെ പിടിക്കാന്ന് പറഞ്ഞാൽ അത് ആ ബ്രേക്കപ്പ് നമ്മൾ എടുത്ത് നോക്കണം. ശരിക്കും ബ്രേക്കപ്പ് ഫുള്ള് ഓൾറെഡി അപ്പം തന്നെ കാണിക്കുകയാണെങ്കിൽ പിന്നെയും പോകണമെങ്കിൽ നമ്മൾ ശരിക്കും ആ ഡീലായിട്ട് വ്യൂ പ്രൈസ് ബ്രേക്കപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയുള്ളൂ. അതൊന്നും ആരും നോർമലി നോക്കുകയില്ല. എമൗണ്ടിന് സാധാരണ ആൾക്കാർ ശ്രദ്ധിക്കില്ല. 1 രൂപ 2 രൂപയ്ക്കാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇത് എനിക്ക് എന്താ സംഭവം അറിയാം. ഞാൻ ശരിക്കും ഫോൺപേ യൂസർ അല്ല. അപ്പോൾ ഇനി എന്തായാലും ഫോൺപേ യൂസ് ചെയ്യില്ല. അപ്പോൾ ഇത് പ്രൊമോഷനും വേറെ ആപ്പിൻ്റെ പ്രൊമോഷനും ഡീഗ്രേഡേഷനും ഒന്നും അല്ല കേട്ടോ. ശരിക്കും ഇത് ഫോൺപേൻ്റെയും ഡീഗ്രേഡേഷനും കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ നമ്മൾ ഫാക്ട് കാണിച്ചാണ്. നമ്മൾ റീചാർജ് ചെയ്യാൻ നോക്കിയപ്പോൾ നമ്മളിങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചാണ്. എന്ന് വെച്ചാൽ 1 രൂപയിൽ 2 രൂപയിൽ നമുക്ക് നഷ്ടം തന്നെയാണ്. വെറുതെ കൊടുക്കുന്നത് നഷ്ടം തന്നെയാണ്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യണമെന്നാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.